ഭാര്യയുടെ സ്വർണത്തിൻ്റെ സക്കാത്ത് അത് അദ്ദേഹത്തിൻ്റെ പിതാവിന് കൊടുക്കാമോ എന്നുള്ളതാണ്. അവിടെ നമുക്ക് പറയാനുള്ളത്, ഭാര്യയുടെ സ്വർണത്തിൻ്റെ സക്കാത്ത് ഭർത്താവ് അർഹനാണെങ്കിൽ പോലും എടുക്കാം. സ്വഹീഹായ ഹദീസുകളിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, അവരുടെ സ്വർണത്തിൻ്റെ സക്കാത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ് അതിന് കൂടുതൽ അർഹൻ. കേസ് നബിയുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അതിനുള്ള കാരണം, ഒരു സ്ത്രീക്ക് കുടുംബത്തിൻ്റെ ചെലവ് നോക്കാൻ ബാധ്യതയില്ല. ഭർത്താവിന് ഭാര്യയെ നോക്കണം. അതുകൊണ്ട് തന്നെ ഭർത്താവിന് ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഭാര്യയുടെ മുതലിലുള്ള സക്കാത്ത് ഭർത്താവ് ഫക്കീറും മിസ്കീനുമാണെങ്കിൽ, സക്കാത്തിന് അർഹതപ്പെട്ട ആളാണെങ്കിൽ ഭർത്താവിന് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ പിതാവും കടക്കാരനാണെങ്കിൽ ഈ ഭാര്യയ്ക്ക് കൊടുക്കാവുന്നതാണ്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നൽകാവുന്നതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ആൻസർ, അദ്ദേഹത്തിൻ്റെ പിതാവിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വർണത്തിൻ്റെ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അവിടെ ഉള്ളൊരു സംശയം, ഇദ്ദേഹത്തിന് കച്ചവടവുമായി ബന്ധപ്പെട്ടുണ്ടായ കടം എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ ലോണ് അടച്ചു വീട്ടാൻ ഈ പണം ഉപയോഗിക്കാമോ എന്നുള്ളതാണ്. അവിടെ നമുക്ക് പറയാനുള്ളത്, അവർ അതൊരു സ്ഥിരമാക്കി അതിന് യാതൊരു കുറ്റവുമില്ല എന്ന് കരുതി പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരെ സക്കാത്തിൽ നിന്ന് കൊടുത്ത് സഹായിക്കൽ ആ തിന്മയെ പ്രോത്സാഹിപ്പിക്കലാകും. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടോ നിവൃത്തികേട് കൊണ്ടൊക്കെ പലപ്പോഴും ലോൺ എടുത്തു പോവുകയും അവർക്കതിൽ വലിയ ഖേദമുണ്ട്, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം സന്ദർഭത്തിൽ ആ സക്കാത്ത് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. കാരണം ആ നിലക്ക് അബദ്ധങ്ങളിൽ പെട്ടുകൊണ്ട് കുടുങ്ങിപ്പോകുന്ന ആളുകളെയും പ്രയാസപ്പെടുന്ന ആളുകളെയും ഒക്കെ സക്കാത്തിൽ നിന്നും സഹായിക്കുന്നതിൽ വിരോധമില്ല. എന്നാൽ അവർ അതിന് യാതൊരു തെറ്റും കാണുന്നില്ല, ഇതിനൊക്കെ ഒരു തന്ത്രമായി കാണുന്ന ആളുകളാണെങ്കിൽ അത്തരം സന്ദർഭത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇതാണ്